Bridal Craft, The Wedding Mall, Pan Bazaar, Tirur. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രിയ അധ്യാപകരെ അവസാനമായി കാണാനെത്തിയ ആയിരങ്ങൾ. ബാൽപ്പാറ വാഹനാപകടത്തിൽ മരിച്ച 9 പേരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ പ്രത്യേക ആംബുലൻസിലാണ് മൃതദേഹങ്ങൾ എത്തിച്ചത്. പാങ്ങ് അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 മണിക്കൂർ പൊതുദർശനത്തിന് ശേഷമായിരിക്കും സ്വവസതികളിലേക്ക് എത്തിക്കുക. അധ്യാപകർക്ക് വിട നൽകാനായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് സ്കൂളിലേക്ക് എത്തിച്ചേരുന്നത്. മരിച്ചവർക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എത്തി. ഇന്ന് രാവിലെ 6:15 പൊള്ളാച്ചിയിൽ നിന്ന് മൃതദേഹങ്ങളുമായി ആംബുലൻസുകൾ മലപ്പുറത്തേക്ക് എത്തിയത്. ഇന്നലെ അർദ്ധരാത്രി 12 മണിയോടെ പൊള്ളാച്ചി ആശുപത്രിയിൽ ആരംഭിച്ച പോസ്റ്റ്മോർട്ടം ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് പൂർത്തിയായത്. മലപ്പുറം പാങ്ങ് പള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നുള്ള വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാൻ ഇന്നലെ വൈകുന്നേരം 5:20 വാൽപ്പാറ ചുരം റോഡിൽ 300 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. കാഴ്ചകൾ കണ്ട് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ചുരത്തിലെ 13ാം ഹെയർപിൻ വളവിൽ വാഹനം നിയന്ത്രണം വിട്ട് പലവട്ടം കീഴ്മേൽ മറിഞ്ഞ് 9ാം വളവിലേക്ക് വീഴുകയായിരുന്നു. പൊള്ളാച്ചിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് അപകടമുണ്ടായ സ്ഥലം. പെരിന്തൽമണ്ണയിൽ നിന്ന് വാടകയ്ക്കെടുത്ത ടൂറിസ്റ്റ് വാനിലാണ് ഡ്രൈവർ ഉൾപ്പെടെ 13 പേർ യാത്ര ചെയ്തത്. 7 സ്ത്രീകളും 1 കുട്ടിയും ഉൾപ്പെടെ 9 പേരാണ് അപകടത്തിൽ മരിച്ചത്. പള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിലെ പ്രധാന അധ്യാപിക P. അജിത, അധ്യാപികമാരായ റംലത്ത്, സുഹറ, ആശ, അധ്യാപകനായ അബ്ദുൾ മജീദ്, മജീദിന്റെ ഭാര്യ റുഖിയ, സ്കൂളിലെ പാചക തൊഴിലാളി സാജിദ, സുഹറയുടെ മകൻ ഹിഷാം, സമീപത്തെ സ്കൂളായ GUPയിലെ അധ്യാപിക ഷക്കീന എന്നിവരാണ് മരിച്ചത്. കാഴ്ച പരിമിതിയുള്ള അബ്ദുൾ മജീദിന് കൂട്ടുപോയതായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ റുഖിയ. ഷക്കീന അടുത്തിടെയാണ് LP സ്കൂളിൽ നിന്ന് UP സ്കൂളിലേക്ക് മാറിയത്. താൻ ഏറെ നാൾ ജോലി ചെയ്ത സ്കൂളിലെ വിനോദയാത്രയിൽ അവർ ഒപ്പം കൂടിയതായിരുന്നു. പൊതുദർശനത്തിനു ശേഷം വ്യത്യസ്ത മഹലുകളിലെ ഖബർസ്ഥാനുകളാണ് ഖബറടക്കം. മട്ടാത്ത് മഹലിൽ മജീദ്, റുഖിയ എന്നിവരെ ഖബറടക്കും. പാങ് ജുബ മസ്ജിദ് ഖബർസ്ഥാനിൽ റംല, സാജിദ, ഷക്കീന എന്നിവരെ ഖബറടക്കും. ഈസ്റ്റ് പാങ് മസ്ജിദ് ഖബർസ്ഥാനിൽ സുഹറ, മകൻ ഹിഷാം എന്നിവരെ ഖബറടക്കും. പൊതുദർശനത്തിനു ശേഷം അജിതയുടെ മൃതദേഹം പുലാമന്തോളിലെ വീട്ടിലേക്കും ആശയുടെ മൃതദേഹം കൊളത്തൂരിലെ വീട്ടിലേക്കും കൊണ്ടുപോകും. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.